ഓക്കെ, ബജാജ് ഫിനാൻസിലൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബൈ ഓർഡർ ഇട്ടു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് നമ്മൾ ബൈ എടുക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൽ വെക്കാം. ടാർഗറ്റ് നമുക്ക് 1:2 നോക്കാം. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് ആവാം. ഓക്കെ, ഒന്ന് ഈ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്, നമുക്ക് ടാർഗറ്റ് മാക്സിമം റൺ ചെയ്യാൻ നോക്കാം. ഇതൊരു വലിയ റിസ്ക് ഇല്ലാത്ത ട്രേഡാണ്. ഒരു റീട്രേസ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇപ്പോൾ സോ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 1:2 ഹിറ്റ് ആവും നോക്കാം. ഈ ട്രേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഈ ഒരു ട്രേഡ് എനിക്ക് ലോസ് ആയാൽ എനിക്ക് 1300 രൂപയ്ക്ക് അടുപ്പിച്ച് ലോസ് വരത്തുള്ളൂ. പ്രോഫിറ്റ് ആയാൽ ഒരു 2500 രൂപ പ്രോഫിറ്റ് കിട്ടും. സോ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെന്റ് ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ബജാജ് ഫിനാൻസിൽ. ഇപ്പോൾ ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒരു മൊമെന്റം പിക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പം ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുന്നത്. അപ്പം ഞാനിത് എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഇത് ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസ്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പൂളുണ്ട്. അപ്പം ഇവിടെ ബൈ ചെയ്ത ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉള്ളത് ഈ ഒരു റേഞ്ചിലും ഈ ഒരു റേഞ്ചിലുമാണ്. സോ ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാനാണ്. സോ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബജാജ് ഫിനാൻസ് അപ് ട്രെൻഡിലാണ്. ഈ അപ് ട്രെൻഡിന്റെ കേസ് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസ് ആയിട്ട് പറയുകയാണ്. ബജാജ് ഫിനാൻസ് റിവേഴ്സ് ചെയ്യും, ഒരു അപ് ട്രെൻഡ് കിട്ടുമെന്ന്. അപ്പോൾ ഇപ്പം നമുക്ക് 1:1 റിസ്റ്റ് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1:1 അടുപ്പിച്ച് റിസ്റ്റ് റിവാർഡ് ഉണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. ഈ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ ട്രേഡ് 2 രീതി മാനേജ് ചെയ്യാം. ഒന്നെങ്കിൽ എൻ്റെ സിസ്റ്റം പോലെ നമുക്ക് 1:2 എത്തുമ്പോൾ എക്സിറ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ട്രെയിൽ ചെയ്യാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ഈ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി 2500 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഈ ട്രേഡിൽ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. നമുക്ക് കുറച്ചും കൂടെ മൂവ്മെന്റ് കിട്ടുമെന്ന് നോക്കാം. 1:3 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ട്രേഡിൽ നിന്ന്. ഞാൻ ഈ ഒരു സെറ്റപ്പ് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനൽ ഒരു പോൾ ഇട്ടായിരുന്നു, ഇനി അടുത്ത വീഡിയോ എന്ത് വേണമെന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇൻട്രാഡേ സ്ട്രാറ്റജി വേണമെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 3000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ട്. 1:3 നോക്കാം. ഈ ട്രേഡ് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ട്രേഡ് ട്രെയിൽ ചെയ്യാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ താഴെ വയ്ക്കുകയാണ്. ഇതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും 2300-2500 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ താഴോട്ട് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ പൈസ തിരിച്ചൊരിക്കലും മാർക്കറ്റിന് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസിന്റെ ആവശ്യമില്ല. നമുക്ക് സ്റ്റോപ്പ് ലോസ് വീണ്ടും ട്രെയിൽ ചെയ്യാം. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു ലെവലിൽ വെക്കാം. അപ്പോൾ തിരിച്ചിട്ടാലും നമുക്ക് എന്തായാലും അത്യാവശ്യം പ്രോഫിറ്റ് ആയിരിക്കും. നമ്മൾ റിസ്ക് ചെയ്തതിനേക്കാളും കൂടുതൽ പൈസ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ബജാജ് ഫിനാൻസ് നമുക്ക് 1600 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് 3000 രൂപ വരെ പ്രോഫിറ്റ് വന്നതാണ്. എന്നാലും നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കിയിട്ട് പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ബജാജ് ഫിനാൻസിന്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ റീസൺസ് വേണം ഒരു എൻട്രി എടുക്കാൻ. അപ്പോൾ ആദ്യത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ ചാർട്ട് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. സോ ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തു ഇവിടെ. സോ ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ മേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു പുൾ ബാക്ക് വന്നു. അപ്പോൾ ഈ പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷേ ഈ പുൾ ബാക്ക് വാലിഡ് ആണെന്ന് ആദ്യം അറിയണം. രാവിലത്തെ ആ ക്യാൻഡിൽ വന്നതിന് ശേഷം നമ്മൾ ഫിബൊനാച്ചി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 0.618 ഇത് സപ്പോർട്ട് എടുത്തത്. ഈ ഒരു ലെവലിലാണ് ബജാജ് ഫിനാൻസ്
സപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു പുഷ് ബാക്കിന് ശ്രമിച്ചു, തിരിച്ചു വരാൻ നോക്കി. പക്ഷെ ഇവിടെ സെല്ലേഴ്സ് ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ സെല്ലേഴ്സ് ഈ ക്യാൻഡിലൊക്കെ നല്ല ബിഗ് ആക്കിയിട്ട് നിർത്തിയത്. ഓക്കെ, അപ്പോൾ സെല്ലേഴ്സിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ വരുന്ന ക്യാൻഡിലുകൾ നോക്കിക്കേ, ഇവിടുത്തെ അടുത്ത 1 മിനിറ്റ് ക്യാൻഡിലൊക്കെ ആ സെല്ലേഴ്സിനെയൊക്കെ അവിടെ ബീറ്റ് ചെയ്തിട്ടുള്ള 1 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്. എന്നിട്ട് ഡേ ഹൈ വരെ എത്തി. ഓക്കെ, ഈ ഒരു ലെവൽ വരെ എത്തി. അപ്പൊ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തില്ല. ബജാജ് ഫിനാൻസ് വീണ്ടും അവിടെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. പക്ഷെ ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ നോക്കിയാൽ നല്ല സ്ട്രോങ് ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്തെ ഇവിടുത്തെ വോളിയം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റെഡ് ക്യാൻഡിലുകളുടെ ഒക്കെ വോളിയം വളരെ കുറവും ഗ്രീൻ ക്യാൻഡിലുകളുടെ ഒക്കെ വോളിയം വളരെ കൂടുതലുമാണ്. അപ്പോൾ അവിടെ ഒരു ബൈയിങ് പ്രസൻസ് കാണാൻ പറ്റും. എന്നിട്ട് എന്താ പറ്റിയത്, എന്നിട്ട് ഈ ഒരു ലെവല് ഇപ്പോൾ ഇന്നത്തെ ഡേ ആയി നമുക്കൊരു സപ്പോർട്ട് ലെവലായിട്ട് നോക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റീടെസ്റ്റിന് ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ഒരു റീടെസ്റ്റിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ ബൈ എടുത്ത സോണാണിത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് 1.65 രൂപയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. എന്നിട്ട് ഞാൻ എൻട്രി എടുത്തു. എൻട്രി എടുക്കാൻ നേരത്ത് ഇവിടെ വേറൊരു സപ്പോർട്ടിങ് ഫാക്ടറും കൂടി ഉണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈൻ ആയിരുന്നു. പ്രൈസ് ഇവിടെ ഫസ്റ്റ് ബൗൺസ് ഇവിടെ കിട്ടി, സെക്കൻഡ് ബൗൺസ് നമുക്ക് ഇവിടെ കിട്ടി, മൂന്നാമത്തെ ബൗൺസ് ഇവിടെ കിട്ടി, നാലാമത്തെ ബൗൺസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് പോയ വഴിക്കാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരുന്നു. എൻ്റെ റിസ്ക് റിവാർഡ് ഞാൻ എക്സിറ്റ് ആയത് ഈ ഒരു ലെവലാണ്. 1:1.5 റിസ്ക് റിവാർഡ് കിട്ടി. 1:1.5 അടുത്ത് റിസ്ക് റിവാർഡ് കിട്ടി. നമുക്ക് 1:2 മേലെ റിവാർഡ് കിട്ടിയതാണ്. പക്ഷെ അവിടെ എക്സിറ്റ് ആയില്ല. ഓക്കെ, സോ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം നല്ലൊരു മൂവ്മെന്റ് ഇനിയും വരാനുള്ള ചാൻസ് ഞാൻ അവിടെ കണ്ടു. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും ടച്ചസ് കിട്ടിയുണ്ട്. ആ ട്രെൻഡ് ലൈൻ വീണ്ടും ഹോൾഡ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൻ ചെയ്തു. നമ്മളെപ്പോഴും മാർക്കറ്റിൽ പൈസ കളയാതെ നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഫിറ്റിലോട്ട് എനിക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇപ്പം മാർക്കറ്റ് സൈഡ് വേസ് പോവാണ്. അപ്പോൾ ഇനിയിപ്പം പല രീതിയിലും മാർക്കറ്റ് പ്ലേ ഔട്ട് ചെയ്യാം. തിരിച്ചു വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ലിക്വിഡിറ്റി പൂളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവൽ എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് സെറ്റപ്പ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ട്രേഡ് സെറ്റപ്പ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പം ഇന്നലെ ഞാനൊരു പോൾ ഇട്ടായിരുന്നു, അടുത്ത വീഡിയോ എന്ത് വേണമെന്ന്. അപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇൻട്രാഡേ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ്. വരുന്ന ദിവസങ്ങളിൽ ഇൻട്രാഡേ സ്ട്രാറ്റജി ഒരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.